ഹായ്, ഇന്ന് നമ്മൾ ചോറിൻ്റെ കൂടെ കൂട്ടാനുള്ള ഒരു കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു കറി മാത്രം മതി ചോറുണ്ണാൻ. ചക്കക്കുരുവും മാങ്ങായും വെച്ച് ഒഴിച്ചു കൂട്ടാനാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. റെസിപ്പിയിലേക്ക് പോകാം. ഇതിനാദ്യം വേണ്ടിയത് മാങ്ങയും ചക്കക്കുരുവുമാണ്. മുരിങ്ങയ്ക്കായും ഇതിൽ ചേർക്കാം. ഇതിൽ ഞാൻ ചേർത്തിട്ടില്ല. പിന്നെ പച്ചമുളകും. മാങ്ങ നമ്മുടെ പുളിക്ക് ആവശ്യത്തിന് ചേർക്കാം. മാങ്ങയും ചക്കക്കുരുവും പച്ചമുളകും ചട്ടിയിലേക്ക് ഇട്ടതിന് ശേഷം പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള പൊടികളെല്ലാം നമുക്ക് ചേർക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ ഇത് വേകാൻ പാകത്തിന് നിങ്ങൾക്ക് വെള്ളവും ചേർക്കാം. എന്നിട്ട് നന്നായി വേവിച്ചെടുക്കണം. ഒരു 10-20 മിനിറ്റ് എങ്കിലും നല്ലതുപോലെ വേവണം. വേകുന്ന ടൈമിൽ അരപ്പ് റെഡിയാക്കാം. 1/2 കപ്പ് തേങ്ങയും 2-3 ചെറിയ ഉള്ളിയും നികക്ക വെള്ളവും ചേർത്ത് നല്ല മഷി പോലെ അരച്ചെടുക്കാം. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആദ്യം ചേർത്തതുകൊണ്ട് ഇനി ഇതിലേക്ക് ചേർക്കണ്ട. ചക്കക്കുരുവും മാങ്ങയും നല്ല വെന്ത് റെഡിയായിട്ടുണ്ട്. ഇതിലേക്ക് അരപ്പൊഴിക്കാം. പിന്നെ നമ്മുടെ ചാറിന് ആവശ്യമായ വെള്ളവും ചേർക്കാം. ഇത് തിളയ്ക്കാൻ അനുവദിക്കരുത്. ഈ അരപ്പൊന്ന് ചൂടായാൽ മാത്രം മതി. ഇതെല്ലാം നല്ലതുപോലെ ചൂടായി കഴിഞ്ഞാൽ സ്റ്റൗ ഓഫ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് താളിച്ചൊഴിക്കാം. താളിക്കാനായി ഒരു പാൻ വെക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ കടുക് ഇടാം. കടുക് പൊട്ടിക്കഴിഞ്ഞ് ചെറിയുള്ളിയും പിന്നെ കറിവേപ്പിലയും ചേർത്ത് ഇത് സ്റ്റൗ ഓഫാക്കാം. പിന്നെ ഇത് കറിയിലേക്ക് ഒഴിക്കാം. കറി അടച്ചു വെച്ചതിന് ശേഷം 10-15 മിനിറ്റ് കഴിഞ്ഞ് ചോറിൻ്റെ കൂടെ കഴിക്കാം. ഈ കറി മാത്രം മതി ചോറുണ്ണാൻ. ട്രൈ ചെയ്തതിന് ശേഷം എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. താങ്ക് യു.